പാർട്ടിയുടെ ഒരു നേതാവാണ് പി ദിവ്യ. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പറയും പാർട്ടിയുടെ ഒരു നേതാവിനെ സംരക്ഷിക്കും എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, തെറ്റൊന്നുമില്ല. പക്ഷേ അതിന് മുമ്പ് പറഞ്ഞേക്കുന്നത് എന്താണ്? പി ദിവ്യയോടൊപ്പം അല്ല, നേരെ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞാള് പിന്നെ ആ മൊഴി മാറ്റുന്നുണ്ടല്ലോ. നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇതിനകത്ത്. മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത് എന്താ ഇതിനകത്ത് ആണെന്നല്ലേ? ഇതുപോലെ എത്ര പേരെ കൊണ്ട് പറയിക്കുന്നത്? അതായത് ഒരു MP രാജേഷ് മന്ത്രി പറഞ്ഞേക്കുന്നത് എന്താണ്? കുടുംബത്തോടൊപ്പമാണ് ഞങ്ങളെന്നാണ്. വീണ ജോർജ് പറഞ്ഞേക്കുന്നത് എന്താണ്? നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ്. ഇതുപോലെ എല്ലാവരും പറഞ്ഞേക്കുന്നതെന്ന് നമ്മളൊന്ന് ഓർക്കണം. എന്നിട്ടാണ് ഇപ്പോ ആരും കുടുംബത്തോടൊപ്പം ഇല്ലല്ലോ. ഈ പറഞ്ഞേക്കുന്ന ആളുകളൊന്നും ഇപ്പൊ പറയുന്നില്ലല്ലോ ഇത് CBIക്ക് വിടേണ്ടതാണെന്ന്. മന്ത്രി അതുപോലെ തന്നെ മന്ത്രി രാജൻ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇത് ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ്, എങ്ങനെയായാലും അവരോടൊപ്പം തന്നെ നിൽക്കും, അതിനുവേണ്ടി എല്ലാം നിൽക്കും എന്നുള്ള രീതിയിൽ മുഴുവൻ അത്രത്തോളം ഉറപ്പായിട്ട് പറഞ്ഞ ആളാണല്ലോ. ഇപ്പൊ ഇവർക്ക് ആർക്കും CBI അന്വേഷണം വേണം എന്നില്ലല്ലോ. ഇതിനെക്കുറിച്ച് എന്താ മിണ്ടാത്തത്? കാരണം മുഖ്യമന്ത്രിക്കെതിരെ നിൽക്കാൻ ഇവർക്ക് ആർക്കും കഴിവില്ല. അതാണ് പ്രശ്നം. മനസ്സിൽ ആഗ്രഹമില്ലാത്തതുകൊണ്ടായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുള്ള കഴിവില്ല, അതാ കാര്യം. ശ്രീ MP ഗോവിന്ദനെ മലക്കം പറഞ്ഞതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും സംസാരിക്കാനുള്ള കഴിവില്ല. അത് എന്നാ കാര്യം? ആളിനാളെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ ഇത് നമ്മൾ ഒരുപാട് കണ്ടതല്ലേ ഇതിനകത്തൊക്കെ. ഇതിന് തടസ്സം നിൽക്കേണ്ട കാര്യം എന്താണ്? സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടതല്ലേ. കാരണം പി ദിവ്യയെ അതിന്റെ സാമ്പത്തികാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സ്ഥിരം അംഗമായിട്ട് ഇതിന് ശേഷം നിയമിച്ചിട്ടുണ്ട്. എല്ലാ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് മാറ്റി കഴിഞ്ഞ ഉടനെ ഇതങ്ങ് കൊടുത്തു. ജാമ്യം കിട്ടിക്കഴിഞ്ഞ ഉടനെ. മറ്റേ ജാമ്യം കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ ഇത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ആദ്യം മുതലേ എടുക്കേണ്ട ഒരു സ്റ്റാൻഡായിരുന്നു. ഇത് കൊലപാതകമാകാനുള്ള സാധ്യതയാണ്, ഇത് തൂങ്ങിമരണമല്ല എന്നുള്ളത്. ഇത് തൂങ്ങിമരണമായാലും ഇത് തൂക്കിക്കൊലയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അല്ലാതെ തൂങ്ങിമരണം സ്വമേധയാ അവിടെ ഒരു തൂങ്ങിമരണം ആത്മഹത്യ എന്നുള്ള ആ പ്രിൻസിപ്പിളേ തള്ളിക്കളയാവുന്നതാണ്. കാരണം അതിൻ്റെ ദുരൂഹതകൾ അത്രയാണ്. പ്രശാന്തന്റെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചെന്ന് പറഞ്ഞല്ലോ, അതിന്റെ കോപ്പി ഇവർ ചോദിച്ചിട്ട് ഇപ്പോഴും കൊടുക്കുന്നില്ലല്ലോ. ഇപ്പോഴും അത് വിവരാവകാശ നിയമം അനുസരിച്ച് കൊടുത്തു, അങ്ങനെ സാധനം കൊടുക്കുന്നില്ല. കാരണം അത് കള്ളപ്പരാതിയാണെന്നും അത് പിന്നീട് എഴുതി ഉണ്ടാക്കിയതാണെന്നും അത് കുത്തിക്കയറ്റാൻ ശ്രമിച്ചതാണെന്നും അത് തയ്യാറാക്കിയ സ്ഥലം വരെ അതിനെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. എന്നിട്ടും പോലീസ് തന്നെ അന്വേഷിക്കുന്നതാണ്. അത് പോലീസിനെ അന്വേഷിക്കാൻ പറ്റും. AKG സെന്ററിൽ കയറി വളരെ അന്വേഷിക്കാൻ പറ്റും. അതാണ് നമ്മൾ കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞത്, ഇത് നമ്മളെ കേരളത്തിലെ ജനങ്ങളെ എല്ലാം അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ. കാരണം ഞങ്ങൾ ഈ മരിച്ച ഒരു മനുഷ്യനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണെന്നുള്ള വലിയ പ്രഖ്യാപനം ഉച്ച സ്ഥായിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇപ്പം അത് പി ദിവ്യയോടൊപ്പമാണ് എന്നുള്ളതാണ് കാണുന്നത്, മനസ്സിലാക്കാവുന്നത്. ഉറപ്പാണ് ഈ കേസ് എങ്ങനെ കുഴിച്ചു മൂടാം എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ചാണ് ഇപ്പം നടക്കുന്നത്. ഇനി വല്ലതും ഞങ്ങൾ അന്വേഷിക്കേണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കാമെന്ന് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ പോയിന്റും കള്ളമാണ് എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാക്കിയെടുക്കാനാണ്. പിന്നെ ഇതുവരെ അന്വേഷിച്ചത് എന്താണ്? ഇവരെന്തു അന്വേഷിച്ചേ? ഇതുവരെ വിവരമില്ലായ്മയാണ് ഇതൊക്കെ. കളക്ടറേറ്റ് അതുപോലെ തന്നെ കളക്ടറുടെ അടുത്ത് പോയി നവീൻ ബാബു അന്ന് കൺഫസ് ചെയ്തെന്ന് കേട്ടോ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന്. അതിന്റെ CCTV ഉണ്ടോ അയാളുടെ ചേംബറിൽ കയറുന്നതിന്റെ? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ആ ദൃശ്യം വേണ്ടേ? ഈ കള്ളം പറഞ്ഞ കളക്ടറെയൊക്കെ ഉണ്ടല്ലോ, ഇയാളെയൊക്കെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടല്ലേ ഈ അന്വേഷണം ഒക്കെ നടക്കുന്നത്. ഈ അന്വേഷണം ഇല്ലല്ലോ, അന്വേഷണമൊന്നുമില്ല, വെറും പ്രഹസനമാണ്. ഒരന്വേഷണവും ഇല്ല. മാത്രമല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചപ്പോൾ എന്താ ആദ്യം ഉണ്ടായിരുന്നേ SHO, കണ്ണൂരിലെ SHO ആദ്യം എടുത്തിരുന്ന ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത് അയാൾ തന്നെയാണ് ഇത് ലീഡ് ചെയ്യുന്നത്. പിന്നെ എന്തുവാ ഇത് പുതിയ കാര്യം? കണ്ണി പൊടിയിടാനുള്ള പരിപാടിയല്ലേ ഈ നടത്തുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഈ കേരള പോലീസ് വളരെ മോശമായിട്ടാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അവരെ അതായത് ഈ CBI അന്വേഷണത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രത്തോളം വിധേയത്വം പോലീസിന് വേണം. അതാദ്യം ആ പോലീസുകാർ ഒരു ആത്മപരിശോധന നടത്തും. നിങ്ങൾക്ക് ഇത്രയും വിധേയത്വം അതായത് CPM-നോട് വേണം, ആവശ്യമുണ്ടോ? ഇങ്ങനെ ചവിട്ടുകൊള്ളേണ്ട കാര്യം എന്താ നിങ്ങൾക്ക്? ഈ നാണക്കേടിന്റെ കാര്യം എന്താണ്? ഇത് CBI അന്വേഷിക്കട്ടെ. നിങ്ങളെങ്കിലും രക്ഷപ്പെടാമല്ലോ. CBI അന്വേഷിച്ചിട്ട് ഇത് ആത്മഹത്യയാണെന്ന് കണ്ടുപിടിച്ചാൽ കാര്യം അവിടെ തീർന്നു. നിങ്ങളും രക്ഷപ്പെടുമല്ലോ. നിങ്ങളുടെ പേരിലുള്ള ഈ ആരോപണം ഇല്ലാതാവുമല്ലോ.
അതെങ്കിലും നിങ്ങളൊന്ന് തിരിച്ചറിയും.